ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സ്വെല്ലാരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ നമ്മുടെ ചിന്നുമോളെ കൊണ്ടുവിട്ടു. ഭയങ്കര വിഷമമാണല്ലോ അത് കണ്ടപ്പോൾ. സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെയും വല്ലാതെ വേദനിപ്പിച്ചു. അത്ര ഒരു പിഞ്ചു കുട്ടീനെ അനാഥാലയത്തിൽ നിന്നും വേറൊരു അനാഥാലയത്തിലേക്ക് മാറ്റാന്ന് പറഞ്ഞാല് അത് ഇവരുമായിട്ട് അങ്ങ് അടുത്ത് പോയല്ലോ. മാത്രമല്ല അലീനയും രേവതിയും ബ്രിജിത്താമ്മയും ഒന്ന് സ്നേഹിക്കുന്നത് പോലെ മറ്റൊരു അനാഥാലയത്തിലും ആ ഒരു സ്നേഹം കിട്ടണമെന്നില്ല. അത് നന്നായിട്ട് അലീനയ്ക്ക് രേവതിക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവര് ചങ്ക് പൊട്ടിയ പോലെ പോയിട്ട് തിരിച്ചു വന്ന ആ ഒരു സീനൊക്കെ നിങ്ങൾ കണ്ടു. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പം നമ്മുടെ അടുത്തത് രേവതിനെ സേഫ് ആക്കണം. അപ്പൊ രേവതിനെ ഇവിടെ നിന്ന് മാറ്റണം. അപ്പൊ അതിനു വേണ്ടി രേവതി 10-18 വയസ്സ് കഴിഞ്ഞൊരു പെൺകുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പൊ രേവതിനെ വേറെ എങ്ങോട്ടേക്ക് വിടുക, ഒരു അനാഥാലയത്തിലേക്ക് വിടുക എന്നൊക്കെ ഉള്ളൊരു ഓപ്ഷനിലെ ആ ഒരു ഓപ്ഷനിനേക്കാൾ നല്ലത് ഈ ഒരു ഓപ്ഷൻ തന്നെയാണ്. നമ്മുടെ ബ്രിജിറ്റാമ്മ തെരഞ്ഞെടുത്ത ആ ഒരു ഓപ്ഷൻ. അത് വേറൊന്നുമല്ല, ഒരു വീട്ടിലേക്ക് ജോലിക്ക് അയക്കുക. അത് അത്രയ്ക്ക് നല്ല ഓപ്ഷൻ ഒന്നും അല്ല. അവരെ വേണേ പഠനത്തിന് വേണ്ടിയൊക്കെ വിടായിരുന്നു. പക്ഷെ ബ്രിജിറ്റാമ്മയുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലതാനും. അവർ അന്നന്ന് പോകുന്നത് തന്നെ വേറെ ഇടങ്ങളിൽ നിന്ന് കുറെ സ്പോൺസർമാരൊക്കെ തരുന്ന പൈസയും കൊണ്ട് അന്നന്ന് ആഹാരം കഴിച്ചു പോകുന്ന ഒരു അനാഥാലയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടേക്ക് പഠിപ്പിക്കുക എന്നതൊന്നും ബ്രിജിറ്റാമ്മേനെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് അവരുടെ ജീവിതം എങ്ങനെയെങ്കിലും സേഫ് ആക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് വിടുകയാണ്. അങ്ങനെ ആ വീട്ടിലേക്ക് ഒരു വേലക്കാരി ആയിട്ടാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടു കാണും പ്രേമയ്ക്കകത്ത് ഒരു ചേച്ചി വരുന്നത് നമ്മുടെ രേവതിനെ കൊണ്ടുപോകാനായിട്ട്. പക്ഷെ ആ പുള്ളിക്കാരിയുടെ സംസാരമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും തന്നെ മനസ്സിലാകും നമ്മുടെ രേവതി പോകാൻ പോകുന്ന സ്ഥലം അത്രയ്ക്ക് സേഫ് ഒന്നും അല്ല. ആ സ്ത്രീയെ ഞാനൊന്ന് കാണട്ടെ, എനിക്ക് ആ സ്ത്രീനെ കണ്ടിട്ട് എനിക്ക് ആ സ്ത്രീയോട് കുറച്ച് സംസാരിക്കാനൊക്കെ ഉണ്ട്. ആ സ്ത്രീ എന്റെ വീട്ടിൽ നിൽക്കാൻ മാത്രം നല്ല യോഗ്യതയാണോ എന്നൊക്കെ എനിക്ക് അറിയണമല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അത് അത്രയ്ക്ക് നല്ല ക്ലിയർ ഉള്ള സ്ഥലമല്ല എന്ന്. നമ്മുടെ രേവതി ഏതായാലും അവിടേക്ക് പോകുന്നത് അനുഭവിക്കാൻ വേണ്ടി തന്നെയാണ്, വേലക്കാരിയായിട്ട് തന്നെയാണ്. ഇനി അന്നം പോയിട്ട് ഒരു പച്ചവെള്ളം പോലും നേരെ ചൊവ്വേ കുടിക്കാൻ പറ്റുമോ എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടറിയേണ്ടി തന്നെ ഇരിക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ രേവതി ഈ കാര്യം അറിഞ്ഞപ്പോ ചങ്ക് പൊട്ടി കരയാണ്. രേവതിക്ക് ഭയങ്കര വിഷമം. അതും ബ്രിജിറ്റമ്മേനെയും നമ്മുടെ അലീനയും ഒക്കെ വിട്ടിട്ട് പോവാന്ന് പറഞ്ഞ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. ഞാൻ പോവില്ല, ഞാൻ ഇവിടെ നിന്നെങ്ങും പോവില്ല, എനിക്കിവിടെ നിന്നെങ്ങും പോവണ്ട, ഇതാ എന്റെ വീട്, ഞാൻ പോവില്ല ചേച്ചി എന്ന് പറഞ്ഞ് കരയും. അപ്പൊ അലീനെ കെട്ടിപ്പിടിച്ചിട്ട് മോളെ അങ്ങനെ പറയരുത് നീ, നമ്മളും ബ്രിജിത്താമ്മയുടെ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കണം. കാരണം ഇത്രയും നാള് നമ്മളെ നോക്കാനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ നമ്മുടെ മമ്മിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ മമ്മി അല്ല നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒരിക്കലും നമുക്ക് ഈ ഒരു സ്ഥാപനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഒരിക്കലും കഴിയില്ല ഒറ്റയ്ക്ക്. മമ്മിയുടെ ആ ഒരു പിടിബലത്തിലല്ലേ നമ്മൾ ഇത്രയും നാൾ ഇവിടെ നിന്നത്. അതുകൊണ്ട് ചങ്ക് പറിക്കുന്ന വേദനയോടുകൂടി തന്നെയാണ് ഞാനും ഇവിടെ നിൽക്കുന്നത്. മമ്മീനെ, നിന്നെ, ഇപ്പൊ നമ്മുടെ ചിന്നുമോടെ, അങ്ങനെ ഓരോരുത്തരായിട്ട് നമ്മളിൽ നിന്നും അകന്നു പോയി കഴിഞ്ഞു. ഇതൊരു യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. നാളെ നിന്നെ കൊണ്ടുപോകാൻ ആരോ വരുന്നൊക്കെയാ പറയുന്നത് കേട്ടത്. അതും നീ ഒരു ജോലിക്ക് വേണ്ടി ഒരു വീട്ടില് നീ പോയി നിൽക്കുക എന്ന് നീ കരുതിയാൽ മാത്രം മതി. അല്ലാതെ വേറെ ഒന്നും കരുതണ്ട. നിനക്ക് എപ്പോ വേണമെങ്കിലും എന്നെ കാണാൻ ആഗ്രഹമുള്ളപ്പം എന്നെ കാണാൻ വരാൻ പറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്കറിയില്ല. എല്ലാവരും പറയുന്നുണ്ട് അമ്മയാണ്, അമ്മയുടെ അടുത്തേക്കാ പോകുന്നതെന്നൊക്കെ നീയും മമ്മിയും മാറി മാറി പറയുന്നുണ്ട്. പക്ഷെ നീ വേറൊരു വീട്ടിലേക്കാ പോകുന്നത്. ഞാൻ എൻ്റെ അമ്മയുള്ള വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ എനിക്ക് അവഗണന കിട്ടിക്കഴിഞ്ഞാലോ ഒരിക്കലും അതെനിക്ക് താങ്ങാനായിട്ട് പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എൻ്റെ അവസ്ഥ അതിൽ നിന്നൊക്കെ എത്ര വ്യത്യസ്തമാണ് നിന്റെ അവസ്ഥ. നീ ഒരു വീട്ടിലേക്ക് പോകുന്നത് അന്യായിട്ട് തന്നെയാണ്. ഒരു അന്യരുടെ വീട്ടിലേക്കാണ് നീ പോകുന്നത്. അവരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ചിലപ്പോൾ നീ അത് ഉൾക്കൊണ്ടെന്ന് വരും. പക്ഷെ എൻ്റെ അവസ്ഥ നീ മനസ്സിലാക്കണം. അതാ ഞാൻ പറയുന്നത്. നമുക്ക് മമ്മി പറയുന്നത് അല്ലാതെ വേറൊരു വഴിയില്ല മോളെ. എനിക്ക് നിന്നെ പിരിയാന് താല്പര്യം ഉണ്ടായിട്ടല്ല ഞാൻ ഈ പറയുന്നത്. നിന്നെ ചെറുതിലെ എൻ്റെ കൈ കിട്ടിയതാ. എൻ്റെ സ്വന്തം സഹോദരിയായിട്ട്. എനിക്ക് വേറെ ആരുമില്ല. നീ എൻ്റെ സ്വന്തം സഹോദരിയായിട്ടാണ് ഞാൻ നിന്നെ കണ്ടത്. നമ്മള് രക്തത്തിൽ ഉണ്ടായവരൊന്നും അല്ല എങ്കിൽ അതിനപ്പുറം എന്തോ ഒരു ബന്ധം നമുക്കിടയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്.
അത് അറിയാന്നുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ സത്യം മനസ്സിലാക്കിയേ പറ്റൂ. മമ്മിക്ക് ഇനി നമ്മളെ താങ്ങാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെയാ മമ്മി ഈ അനാഥാലയം പിരിച്ചുവിടുന്നത്. അല്ലാതെ ഒരിക്കലും മമ്മി ഈ അനാഥാലയം പിരിച്ചുവിടുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? ചിന്നുമോള് നമ്മുടെ വിട്ട് പിരിഞ്ഞു, അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയില്ലേ? ചിന്നുമോൾക്ക് എന്ത് വേദന കാണും, അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്നില്ലേ? അതുപോലെ തന്നെ നീയും ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞേ പറ്റൂ, നീയും ഇത് പിടിച്ചു നിന്നേ പറ്റൂ എന്നും പറഞ്ഞ് നമ്മുടെ അലീന രേവതിക്ക് ഇങ്ങനെ ധൈര്യം കൊടുക്കാണ് കേട്ടോ. ഏതായാലും വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ മമ്മി ബ്രിസിത്താമ്മയും വന്ന് മനോധൈര്യം കൊടുക്കുന്നുണ്ട് രേവതിക്ക്. ഒരിക്കലും മോളെ ഉപേക്ഷിക്കുന്നതോ വേറെ ആരും അങ്ങോട്ട് പരസ്പരം പിരിയുന്നതോ ഒന്നുമല്ല. അവനവന്റെ സ്ഥലങ്ങളിൽ പോകുന്നു, അവനവന്റെ ജോലി നോക്കുന്നു. നിങ്ങളെ ചിറക് വെച്ച് തന്നല്ലോ ഞാൻ, നിങ്ങളെ പറക്കാൻ മാത്രം വളർത്തിയല്ലോ ഞാൻ. ഇനി ഈ മമ്മിക്ക് നിങ്ങളെ ചിറകിന്റെ അടിയിൽ പിടിച്ചു വെക്കാൻ പറ്റില്ല. ഇനി ഈ മമ്മിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈ നീട്ടാൻ പറ്റില്ല. അതുപോലെ തന്നെ മക്കളെ, നിങ്ങൾക്കും ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈ നീട്ടി എരന്ന് വാങ്ങി തിന്നാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ടാ പറഞ്ഞത്, നീ ജോലി ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു ശമ്പളം നിനക്ക് കിട്ടും, നിനക്കതിൽ അഭിമാനിക്കാം. നീ ജോലി ചെയ്തിട്ടാണല്ലോ ആഹാരം കഴിക്കുന്നത് എന്ന്. മതി, അത് മതി എന്നൊക്കെ പറഞ്ഞ് രേവതിനെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ഇതേ സമയം പിന്നെ കാണിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞാല്, പിറ്റേ ദിവസമായി നമ്മുടെ രേവതിനെ കാണാനായിട്ട് അവര് വിചാരിക്കുന്നത് ഒരു സ്ത്രീ എന്നൊക്കെയാ പറയുന്നത്. ആ രേവതിനെ കൊണ്ടുപോകാൻ വന്ന ആ സ്ത്രീ ഓർക്കുന്നത് ജോലിക്കാന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു വലിയ പെങ്കൊച്ചായിരിക്കും, വലിയൊരു പെണ്ണായിരിക്കും എന്നാ ഓർക്കുന്നത്. പക്ഷെ ഈ സ്ത്രീ നമ്മുടെ രേവതിനെ കണ്ടു കഴിയുമ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട്. ഈ പീറപ്പെണ്ണിനെ കൊണ്ടുപോയി ഞാൻ എന്ത് ചെയ്യിക്കാനാ? ഈ പീറപ്പെണ്ണിന്റെ വീട്ടിലെ പണിയൊക്കെ ചെയ്യുവോ? ഇവളെ ചെയ്യത്തൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു എന്നുള്ള രീതിയിൽ വളരെ അപമര്യാദയായിട്ട് പെരുമാറുന്ന രീതിയിൽ എന്താ പറയാ, ഒരു അടിമത്തം ഫീൽ ചെയ്യുന്ന രീതിയിലൊക്കെയാണ് ഈ പുള്ളിക്കാരി സംസാരിക്കുന്നത്. പക്ഷെ അവിടെ വേറൊരു നിവൃത്തിയില്ല നമ്മുടെ മമ്മിക്ക്. അങ്ങനെ ആ സ്ത്രീയുടെ കൂടെ നമ്മുടെ രേവതിക്ക് പോകേണ്ടി വരികയാണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനും കൂടെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അങ്ങനെ ഇനി ഇപ്പൊ പോകാനുള്ളത് നമ്മൾ അലീന മാത്രമാണല്ലേ. അപ്പൊ അലീനയും കൂടെ പോവുകയാണ്. അലീന പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ അലീനയുടെ മുത്തച്ഛനുണ്ടല്ലോ, അമ്മയുടെ അച്ഛൻ, പുള്ളിക്കാരൻ മരിക്കുകയാണ് കേട്ടോ. അപ്പൊ പുള്ളിക്കാരൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ മനുശങ്കറിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മനുശങ്കറിനോട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പൊ മനുശങ്കറിന് സത്യങ്ങളെല്ലാം അറിയാം, പക്ഷെ ഈ സത്യം പുറത്ത് പറയാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നീ ആയിരിക്കണം അവൾക്ക് ഇനി താങ്ങും തണലും എല്ലാം. നീയാണ് അവളുടെ മുറച്ചെറുക്കൻ, നീ തന്നെയാണ്. അതുകൊണ്ട് നീ അവളെ വിവാഹം കഴിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ മനുശങ്കറിനോട് സംസാരിക്കുന്നത്. ഏതായാലും മനുശങ്കറിന് ആ ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ എന്തൊക്കെയോ അലീന എല്ലാമാണ്, അലീന ആരൊക്കെയോ ആണെന്നൊക്കെ ഒരു തോന്നലുണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മുടെ മനുശങ്കർ മുത്തശ്ശൻ പറയുന്നത് കേൾക്കാതിരിക്കില്ല, കേൾക്കുക തന്നെ ചെയ്യും. അതിനോടൊപ്പം തന്നെ മറ്റേ ആ സ്ത്രീ ഉണ്ടല്ലോ, നമ്മുടെ മനുശങ്കറിന്റെ കൂടെ നിൽക്കുന്ന സ്ത്രീയെ, മനുശങ്കറിന്റെ അമ്മ, ആ പുള്ളിക്കാരിയുടെ കാര്യം പറയാതിരിക്കുന്നത് അഭേദം. നമ്മുടെ അലീനയെ കൊണ്ടുവരാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ കാര്യമുണ്ടോ? നിനക്ക് അവരുടെ ആ കുടുംബത്തിൽ കയറി ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ, നീ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ, നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് മനുശങ്കറിനെ വല്ലാത്തതും ഇല്ലാത്തതും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ മനുശങ്കറിന് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയും. പുള്ളി അമ്മയാണെന്ന് പറഞ്ഞാലും ആ ഒരു ബഹുമാനമൊന്നും നമ്മുടെ മനുശങ്കർ കൊടുക്കുന്നില്ല. കാരണം ആ സ്ത്രീ അങ്ങനെയാണ്. ഈ പറയുന്ന പോലെ പണമുള്ളവരുടെ കയ്യിലെല്ലാം കിട്ടും, പണമുള്ളവരാണ് എല്ലാം എന്നൊരു ചിന്തയിൽ നടക്കുന്ന ആ പുള്ളിക്കാരിയോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് നമ്മുടെ മനുശങ്കറിന് അറിയാം. അപ്പൊ അങ്ങനെ കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അലീന കരയാണ് കേട്ടോ നമ്മുടെ ബ്രിജിത്താമ്മയുടെ മുമ്പില്. അല്ല, ഞങ്ങളെ എല്ലാവരെയും അമ്മ ഓരോ സ്ഥലത്തായിട്ട് പറഞ്ഞു വിടുകയാണ്. പക്ഷെ മമ്മി എങ്ങോട്ടാണ് ഇനി പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. മമ്മി ഇനി എവിടെയാ മമ്മി താമസിക്കുന്നത്? ഇവിടെ മമ്മി താമസിക്കുമോ? ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മമ്മിക്ക് പോകാൻ സമയമായി. മമ്മി ഇനി പോകുന്നത് ആരുടെയും ശല്യമില്ലാത്ത ഒരിടത്തേക്കാണ്. അമ്മി ഇനി ആരും തേടി വരില്ല, മമ്മി ഇനി ആരും ശല്യപ്പെടുത്തില്ല, ആരും ശല്യപ്പെടുത്താത്ത ശാന്തതയുടെ ലോകത്തേക്കാണ് ഞാൻ പോകാൻ പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അത് വേറെ എങ്ങോട്ടേക്കും അല്ല, പുള്ളിക്കാരി സ്വർഗത്തിലേക്ക് എന്നുള്ള രീതിയിൽ പറയുന്ന കേട്ടോ. അപ്പം പുള്ളിക്കാരിയുടെയും മരണം തന്നെയാണ് വരുന്നത്, പുള്ളിക്കാരിയും മരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം. നമ്മുടെ കഥ അങ്ങ് തുടങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഒന്നും ആയി തുടങ്ങിയില്ലായിരിക്കുമല്ലേ നിങ്ങൾക്കൊക്കെ. കാണുമ്പോൾ തന്നെ കണ്ണീരും കയ്യുമായ ഒരു കഥയാണെന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. ഏതായാലും നമ്മുടെ അലീന ആ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഈ കഥാപാത്രങ്ങളൊന്നുമല്ല, ഇനി പുതിയ കഥാപാത്രങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും നമുക്ക് ഇൻട്രസ്റ്റോട് കൂടി തന്നെ കാണാൻ പറ്റിയ കഥ തന്നെയാണ്. അപ്പൊ എല്ലാവരും കാണുക. ഇടയ്ക്ക് കുറച്ച് കണ്ണീരും കയ്യും ഒക്കെ ഉണ്ട്, അത് ശരിയാണ്. എങ്കിൽ പോലും നമുക്ക് എന്റർടൈൻമെന്റ് ആയിട്ടിരുന്ന് നമുക്ക് കാണാൻ പറ്റിയ ഒരു കഥ തന്നെയാണ് കേട്ടോ, കേൾക്കാൻ പറ്റിയ ഒരു കഥ തന്നെയാണ്. അപ്പൊ എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തോളൂ, കഥ കണ്ടു തുടങ്ങിക്കോളൂ. അടിപൊളി കഥ തന്നെയാണ്. ഒരു വ്യത്യസ്തമായ കഥ കണ്ടിട്ട് നമ്മൾ ഒത്തിരി നാളായില്ലേ. ജോയ്സിയുടെ ഒക്കെ കഥ മുമ്പേ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു.
അതും വളരെ നല്ല രീതിയിൽ തന്നെ അവസാനിച്ചിട്ടുള്ള കഥകളാണ് എല്ലാം തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് കണ്ടോളൂ കേട്ടോ. അതും ഒത്തിരി വലിച്ചു നീട്ടാതെയൊക്കെ പോയി നല്ല രീതിയിൽ തന്നെ അവസാനിക്കുക തന്നെ ചെയ്യും. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. പലർക്കും പിന്നെ കഥയുടെ കാര്യങ്ങളൊക്കെ അറിയാതിരിക്കാം, ചിലവർക്കൊക്കെ ഇതിന്റെയൊക്കെ നോവൽ കണ്ടവർക്കൊക്കെ അറിയാതിരിക്കാം. ഇനി അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല കേട്ടോ. ഏതായാലും കാത്തിരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ്. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പൊ ടാറ്റാ ബൈ ബൈ. ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.